ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് വേൾഡ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫുഡാക്കിയാലോ? എല്ലാവരെയും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 1 കിലോ ചിക്കൻ, 3 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 മുട്ട. ഇത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും നാരങ്ങാനീരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെപ്പർ പൗഡറും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയും മൈദയും കോൺഫ്ലോറും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് കുറഞ്ഞത് ഒരു 45 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഞാനൊരു 2 സവാള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂബ്സ് ആക്കി തന്നെ ഇത് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ക്യാപ്സിക്കവും ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6-7 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇനി ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോയ സോസും ടൊമാറ്റോ സോസും വേണം. അവസാനമായി സൺഫ്ലവർ ഓയിലും കൂടെ വറുക്കാനെടുക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് വറുത്ത് വരേണ്ട സമയമാണ്. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിതിൽ കോക്കനട്ട് ഓയിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണം ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കേണ്ടത്. ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾ ഫ്ലെയിം കൂട്ടാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കും. ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പിന്നീട് ഒരു 5 മിനിറ്റ് മാത്രമേ ചിക്കൻ സവാളയൊക്കെ ചേർത്ത് വഴറ്റുന്നുള്ളൂ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമുക്ക് ഈ എണ്ണ മുഴുവനും കളയണ്ട. പകുതി എണ്ണയോളം നമ്മളിനി സവാളയും ക്യാപ്സിക്കവും വഴറ്റാനായിട്ട് എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ സവാളയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഒരു മിക്സ്ചർ കൂടെ റെഡിയാക്കണം. ഇതിന് നമുക്ക് 1 കപ്പ് വെള്ളം എടുക്കാം. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്കിതിന് ആവശ്യമാണ്. അതുപോലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കോൺഫ്ലോറും. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കവും ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ സോസ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സോസ് ചിക്കനിലെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് ചിക്കൻ ഒന്ന് അടുപ്പത്തിങ്ങനെ വെച്ച് കൊടുക്കാം.
നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ, കൊതിപ്പിക്കുന്നൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെയാണ്. ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചെറിയ പോർഷൻ ചില്ലി ചിക്കന് നമ്മൾ എത്രമാത്രം സ്പെൻഡ് ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്റിൽ അല്ലേ? അപ്പം നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ ശരിയാക്കാമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.